ഞാനൊന്ന് പറയട്ടെ. എന്തൊരു കഷ്ടമാണ്. എല്ലാ മുന്നണിക്കും ഞാൻ ന്യായീകരണം പറഞ്ഞു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ. അല്ല, ഞാൻ ഇന്നോ നാളെയോ രാഷ്ട്രീയത്തിലോട്ട് പോകാൻ നിൽക്കുന്ന ഒരാളെ ഈ ചൂഷണം ഞാൻ ഇനിയും സമ്മതിക്കില്ല. എൻ്റെ മച്ചാനെ, ഇതൊക്കെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസിംഗ് ആണ്. കാശ് വേണ്ടേ? അല്ല, കാശ് കിട്ടുന്ന പരിപാടി ആയതുകൊണ്ടാണ് ഇതിപ്പോൾ പിന്നെ നിൽക്കുന്നത്. അതാണ്. ഇതും കൂടെ അയച്ചു കഴിഞ്ഞാൽ പിന്നെ എന്നോട് പറയരുത്. ഇത് ലാസ്റ്റ് ആണ് മച്ചാൻ. ഇത് വേഗം തേജതാ. ഇയാളും കൂടെ കൂടുതലൊന്നും പറയണ്ട. ഞാനാണ് ഇവിടെ അധികാരി, ഞാൻ പറയും. റഫാണല്ലോ. ഇടതിന് വേണ്ടിയാട്ടാ, മറന്നുകൊണ്ടാ. ഇടതാണ്, അവരെ അനുകൂലിക്കണം. പറഞ്ഞു തുടങ്ങണില്ലേ? സുഹൃത്തുക്കളെ, നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ, എൻ്റെ ഓഫീസ് ഒഴിയാനായി എന്നോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. എന്തൊരു അഹങ്കാരമാണ്, ഇത്ര അഹങ്കാരമാണ്. 7 വർഷമായി മുൻപുണ്ടായിരുന്ന ആൾ സുഖമായിരുന്ന സ്ഥലത്ത് ഇപ്പം അവർക്ക് സ്ഥലം പോരെന്ന്. അതെന്നെ ഇടപാടാണ്. ഞാനൊന്നുമില്ലെങ്കിലും ഒരു MLA അല്ലേ, അതിൻ്റെ ഒരു മാന്യത കാണിക്കേണ്ട ഒന്നുമില്ലെങ്കിലും. ബുൾഡോസർ രാജ് ഇവിടെ നടക്കൂല, പറഞ്ഞില്ല എന്ന് വേണ്ട. മച്ചാൻ, ഇത് ഓക്കെ ആണ്. ഓക്കെ, പക്ഷെ ഇത്തിരി ഡാർക്ക് ആണോ? തൽക്കാലം ഇത് അയച്ചു വിടറേ. ഇതിലങ്ങ് തീരുവാണെങ്കിൽ മച്ചാനെ, നമുക്കിനി വർക്ക് വേണ്ടേ? ഞങ്ങളുടെ ഫുഡാണ്. ഞാനത് കാര്യമാക്കുന്നില്ല. ഇത് കഴിഞ്ഞാൽ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. അപ്പം ഇതെങ്ങനെ പോയാലും എനിക്ക് വിഷയം. നമ്മൾ ഫുഡ് അടിക്കണം, മച്ചാനെ പിടിക്കണില്ല. ഇനി ആരാ? ഇനിയിപ്പോൾ അപ്പുറത്തെ ആൾക്ക്. ഇനി അവർക്കും നമ്മൾ തന്നെ പറഞ്ഞു. പിന്നെ അല്ലാണ്ട് കാശ് വാങ്ങണല്ലേ, അയച്ചു കൊടുത്ത്. എന്താ പ്ലാൻ? അപ്പം ഈ പറഞ്ഞതിൻ്റെ നേരെ ബദൽ പറയണം അല്ലേ? എക്സാക്ട്ലി. ഓക്കെ. നമസ്തേ. രാവിലെ MLAയുടെ ഓഫീസ് ഒഴിയാനായി ഞാൻ പറഞ്ഞ വാർത്ത വലിയ രീതിയിൽ പ്രചരിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെയൊന്നും ആവശ്യപ്പെട്ടിട്ടില്ലെന്നേ. കൊള്ളാലോ. ഭീഷണിയേ അല്ല, ഒന്ന് അഭ്യർത്ഥിച്ചു, അത്ര മാത്രമേ ഞാൻ ചെയ്തുള്ളൂ. അദ്ദേഹം എനിക്ക് സഹോദരനെ പോലെയാണ്. അഭ്യർത്ഥിച്ചു, കടുത്ത രീതിയിൽ അഭ്യർത്ഥിച്ചു, അത്ര തന്നെ. പക്ഷെ അയാൾക്കിപ്പോൾ ഒഴിയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അത്രയേ ഉള്ളൂ. ഇതിനെ രാഷ്ട്രീയവൽക്കേണ്ട കാര്യമില്ല. മച്ചാനെ, തെറ്റിയില്ലേ? തെറ്റിപ്പോയല്ലേ? അതൊന്ന് എഡിറ്റ് ചെയ്താൽ മതി. ഓക്കെ. ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കേണ്ട കാര്യമേ ഇല്ല. ഇപ്പം തന്നെ നമ്മുടെ മുഖ്യമന്ത്രി PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടിട്ട് ജനങ്ങൾക്ക് ഇഷ്ടമല്ലാന്ന് കണ്ടപ്പോൾ, അല്ലെങ്കിൽ മുന്നണികൾക്ക് ഇഷ്ടമല്ലാന്ന് കണ്ടപ്പോൾ അതിനങ്ങ് ഒഴിഞ്ഞു. അത്രയേ ഉള്ളൂ. ഇതിനൊക്കെ അങ്ങനെ കാണാനേ ഉള്ളത്. ഈ മച്ചാൻ നമുക്ക് 8ന്റെ പണി വാങ്ങി തരൂട്ടെ. ദൂരി പാട്ടം. ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ഇതിൻ്റെ അകത്ത് ചെയ്യുന്നതിന് നിനക്ക് എന്നാടാ? അയ്യോ മച്ചാൻ, കേട്ടാ ഒന്നുമില്ല മച്ചാനെ. നിനക്ക് എന്നാ? ഇല്ല, ഒന്നുമില്ല. നിനക്ക് എന്നാത്തിൻ്റെ കേടാ? ഇല്ല, ഞാൻ മൗത്ത് ഷട്ട് ചെയ്ത്. മച്ചാൻ കഴിഞ്ഞാ? കഴിഞ്ഞല്ലേ? ഓക്കെ. തൽക്കാലം ഇത് അയച്ചു കൊടുക്കും. ഓക്കെ. എന്നിട്ട് ഈ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയാൽ മതി എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ സെറ്റ്. വിമർശനം അതിൻ്റെതായ രൂക്ഷമായ വിമർശനങ്ങളൊക്കെ ആകാം. ഓക്കെ, ഡണ്ണാണ്. ഇനിയൊന്നുമില്ലല്ലോ, കഴിഞ്ഞില്ലേ? ഒന്നുകൂടിണ്ട്. മറ്റേ കർണാടകയിൽ മറ്റേ കെട്ടിടം പൊളിച്ച സീന്. ഇനി അതുകൊണ്ട് മറ്റേ ബുൾഡോസർ രാജ്. ബുൾഡോസർ രാജ്. അത് തന്നെ. അത് മച്ചാനൊന്ന് പുഷ് ചെയ്യണം. മച്ചാൻ്റെ വീഡിയോ വേണം. അതും കൂടെ. അപ്പം അന്ന് പെട്ടെന്ന് സെറ്റായ ഇന്നത്തെ ഡ്യൂട്ടി. അപ്പം സൂചന കിട്ടിയില്ലല്ലോ രാഷ്ട്രീയത്തിലേക്കാണെന്ന്. ഏതാ പാർട്ടി? ഞാൻ ഇറങ്ങുന്നുള്ള ഉറപ്പാണ്. പക്ഷേ ഇടത്തോട്ടുമില്ല, വലത്തോട്ടുമില്ല. പിന്നെ ഏത് മച്ചാൻ? അതൊക്കെ വഴിയെ മനസ്സിലായിക്കോളും. ഇപ്പൊ ഇതിന്റെ കാര്യം ഒന്ന് നടത്തട്ടെ. ഏതായിരുന്നു? കർണാടകയിലെ ബുൾഡോസർ രാജ്. ഓക്കെ. ഇത് ആർക്ക് വേണ്ടി? വലത്. വലത്. ഓക്കെ. അവിടെ ആരോ അധികാരം? കർണാടകയിൽ ഒരു ബുൾഡോസർ രാജ് നടന്നു. അതൊരു ബുൾഡോസർ രാഷ്ട്രീയമായി കണക്കാക്കേണ്ട കാര്യമില്ല. കാരണം UP പോലെയല്ല കർണാടകയിലേത്. എല്ലാവർക്കും ഒരു അധിവാസം ഉറപ്പാക്കും. അത് ഞങ്ങളുടെ ഉറപ്പ്. അത്രേ ഉള്ളൂ. ഇനി ഞാനൊന്ന് പറയട്ടെ.